കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സർവീസ് നടത്താതെ സ്വകാര്യ ബസ്സുകൾ ഉടമകളുമായും ജീവനക്കാരുമായും അധികൃതർ ചർച്ച നടത്താതെ സർവീസ് നടത്തില്ലെന്ന് ബസ് ഉടമകൾ. ആർടിഒ വിളിച്ചു ചേർത്ത ചർച്ചയെ തുടർന്ന് ബസ് തടയൽ സമരത്തിൽ നിന്നും യുവജന സംഘടനകൾ പിന്മാറിയിരുന്നു. കോഴിക്കോട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഇപ്പോഴും തർക്കം തുടരുന്ന സ്ഥിതിയാണോ ഉള്ളത്? അനുനയ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് കുറ്റ്യാടി പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സിടിച്ച് ഒരു വിദ്യാർത്ഥി മരിച്ചത്. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധം അവിടെ എല്ലാ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഡിവൈഎഫ്ഐ, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ സംഘടനകളും കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്ന് അന്ന് ബസ് സർവീസ് വെക്കുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസമാണ് യുവജന സംഘടനകളുമായി ആർഡിഒയും ആർടിഒയും എല്ലാം തന്നെ ചർച്ച നടത്തുകയും ഈ ബസിന്റെ അമിത വേഗത നിയന്ത്രിക്കുന്നതിനുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നത്. ഇതേ തുടർന്ന് സമരത്തിൽ നിന്ന് യുവജന സംഘടനകൾ പിന്മാറി. എന്നാൽ സ്വകാര്യ ബസ് ഉടമകൾ ഇന്നിപ്പോൾ പ്രതിഷേധവുമായി വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ അവരെ പങ്കെടുപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് സർവീസ് നടത്തുന്നില്ല എന്നതായിരുന്നു സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. എന്തായാലും ഈ പരാതിയുമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടുകൂടി ആർഡിഒ ഇടപെട്ടുകൊണ്ട് തന്നെ ബസ് ഉടമകളുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചർച്ചയുണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് കോഴിക്കോട് കുറ്റ്യാടി റോഡിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.